കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകൾ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ മാത്രം നേതാവല്ല, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ തീരുമാനമെടുത്തു. അദ്ദേഹവും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി എറണാകുളത്തേക്ക് വന്നു. പാണക്കാട് തറവാട്ടിലേക്ക് ആളുകൾ എല്ലാവരും ചെല്ലുന്നത് ആത്മീയ നേതാവായതുകൊണ്ട്. എറണാകുളത്ത് വരാപ്പുഴ രൂപതയിലെത്തി മുഴുവൻ ബിഷപ്പുമാരുമായി സംസാരിച്ച് ഇതിന് പൂർണ്ണ പിന്തുണ കൊടുത്തു. അപ്പോൾ കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളും മുസ്ലിം സംഘടനകളും ഹൈന്ദവ സംഘടനകളും എല്ലാവരും ഒരുമിച്ചാണ്. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. ശരിയാണോ? നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചാണ്. കുറെ പേര് ഇതിന്റെ ഇടയിൽ ഇറങ്ങി ഇത് ഭിന്നിപ്പാണ്. അത് ഡൽഹിയിൽ വഖഫ് ബില്ല് വന്നിട്ടുണ്ട്. ഹൈബീഡൻ അതിൽ സംസാരിച്ചിട്ടില്ല, അത് ഇതുവരെ എടുത്തിട്ടില്ല ബില്ല്. ഹൈബിയുടെ കോലം കത്തിച്ചെന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ കോലം കത്തിച്ച എന്താന്ന് വല്ല ഹോബിയാണെന്ന് അറിയത്തില്ല. പാർലമെന്റിൽ ഇത് എടുത്തിട്ടില്ല. പാർലമെന്റിൽ ഒരു കമ്മീഷൻ വെച്ചേക്കുവാണ്, ജോയിന്റ് കമ്മീഷൻ. അവർ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. ആ വഖഫ് ബില്ലാണ് പ്രശ്നം. ഞാൻ ഈ സംശയം ഉന്നയിക്കുന്നവരോടൊരു ചോദ്യം ചോദിക്കുക. ആ വഖഫ് ബില്ല് ഇപ്പോഴുള്ളതുപോലെ പാസ്സാക്കിയെന്ന് വിചാരിച്ചോ? അതുകൊണ്ട് ഇവർക്ക് ഈ ഭൂമി കിട്ടുമോ? എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഭൂമി കിട്ടുമോ? കിട്ടില്ല. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പിന്നെ വേറൊരാളെ എഴുതി കൊടുക്കുകയാണ്. 95-ൽ കോൺഗ്രസ് പാർലമെന്റിൽ കൊണ്ടുവന്ന വഖഫ് നിയമമാണ് ഇതിന്റെ കുഴപ്പത്തിനെല്ലാം കാരണം. 95 കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 29 വർഷമായി ഇല്ലേ? ഈ 22-ലല്ലേ, 2022-ലല്ലേ നിങ്ങൾക്ക് റവന്യൂവിൽ നിന്ന് ഇത് മേടിക്കരുതെന്ന് പറഞ്ഞ്, കരം മേടിക്കരുതെന്ന് പറഞ്ഞ് ചീട്ട് തന്നത്. അപ്പൊ ഈ 95-ൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം 27 കൊല്ലമായിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. 2022-ലായപ്പോഴാണ് ആ നിയമം വന്നത്. അങ്ങനെ ഒരു നിയമമുണ്ടോ? അങ്ങനെ ഒരു നിയമം ഇതെന്താ സംഭവിച്ചത്? എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞുതരാം. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് അങ്ങനെ തന്നെ പോവുമായിരുന്നു.